നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10, 2026 ചൊവ്വ. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എസ്പെഷ്യലി ഫിനാൻഷ്യൽ, ഓട്ടോ, കൺസ്യൂമർ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത നേട്ടത്തിന്റെ ഫലമായിട്ടും ഇന്ത്യ US ഇൻട്രീം ട്രേഡ് ഡീലിന്റെ ഭാഗമായും കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2254.64 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 4.15 കോടി രൂപയ്ക്ക് മാത്രമേ ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലായ 25,780 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവലും അതിശക്തമായി മറികടക്കുന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 26,200 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്ലോസിംഗ് ലെവലായ 25,780 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 25,641 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഈ സപ്പോർട്ടായിട്ട് മാറിയേക്കാം. എന്നാൽ അതേസമയം 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ടൈറ്റാൻ കമ്പനി, ഐഷ മോട്ടേഴ്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ് എന്റർപ്രൈസസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഓയിൽ ഇന്ത്യ, അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, ബൽറാംപൂർ ചിനി മിൽസ്, ദിലീപ് ബിൽഡ്കോൺ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ഇന്ന് ലൈനപ്പും ചെയ്തിട്ടുണ്ട്. ഇന്ന് Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ വിശദാംശങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം വിശദമായി തന്നെ. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ ഗ്രൂപ്പിലെ ലിങ്കും പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഇന്ത്യയിൽ നിന്നും ഒന്നും തന്നെയില്ല. അതേസമയം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ വെളുപ്പിന് 5 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. തുടർന്ന് രാവിലെ തന്നെ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും ജനുവരി മാസത്തെ NAB ബിസിനസ് കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 7 മണിയോടുകൂടി US നിന്നും ഡിസംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.71% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതിൽ ആക്സിസ് ബാങ്ക് ADRന് 1%, ICIC ബാങ്ക് ADRന് 1.5%, HDFC ബാങ്ക് ADRന് 1.25% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ IT സ്റ്റോക്കുകളായ വിപ്രോ ADRന് 2.25%, ഇൻഫോസിസ് ADRന് 3% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500ന് 0.5%, നാസ്ഡാക്കിന് 1%, നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%, കൊറിയൻ മാർക്കറ്റ് 0.25% നേട്ടത്തോടുകൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും നിലവിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 68.98 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 64.31 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് വീണ്ടും 5000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 5035.57 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക്
സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലത്തെ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് 1.05 എന്ന ലെവലിലേക്കും മാക്സ് പെയിൻ 25,800 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ ഭാഗമായി ഹയർ ലെവൽസിൽ അനുഭവപ്പെട്ട പ്രോഫിറ്റ് ബുക്കിംഗും അതേസമയം ലോവർ ലെവൽസിൽ അനുഭവപ്പെട്ട ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ഓവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനും നിഫ്റ്റിക്ക് സാധിച്ചു. കൂടാതെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ അപ്വേർഡ് ട്രെൻഡ് നിലനിർത്തുകയുമുണ്ടായി. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 56.2 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.01 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് 1% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. കൂടാതെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 60 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സീഗൾ ഇന്ത്യ മധ്യപ്രദേശിലെ രേവ അൾട്രാ മെഗാ സോളാറിൽ നിന്ന് 1,700 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. മാരിക്കോ വിയറ്റ്നാം സംയോജിത സ്കീനറ്റിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ തന്ത്രപരമായ നിക്ഷേപം നടത്തുന്നതിന് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ മാരിക്കോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കോർപ്പറേഷൻ നിർണായകമായ കരാറുകളിൽ ഏർപ്പെടുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 454.94 കോടി രൂപയുടെ പദ്ധതിക്കായി വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. NTPC ഗ്രീൻ എനർജി ഗുജറാത്തിലെ 1,255 മെഗാവാട്ട് കദ്വ 1 സോളാർ പദ്ധതിയിൽ 14.43 മെഗാവാട്ട് ശേഷിയുള്ള 11ാമത്തെ ഭാഗത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിച്ചതായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് വലിയ തോതിലുള്ളതും തന്ത്രപരമായി പ്രധാനമുള്ളതുമായ ഒരു ദേശീയ കപ്പൽ നിർമ്മാണ പരിപാടി ഏറ്റെടുക്കുന്നതിനായി ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നതിനായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഗ്രാവിറ്റ ഇന്ത്യ 565 കോടി രൂപയ്ക്ക് ഓഹരി വാങ്ങൽ കരാറിലൂടെ രാഷ്ട്രീയ മെറ്റൽ ഇൻഡസ്ട്രിയിൽ 100% വരെ ഓഹരി പങ്കാളിത്തം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ബൈൻഡിംഗ് ടേം ഷീറ്റിൽ കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. സിറ്റി യൂണിയൻ ബാങ്ക് 2026 മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 3 വർഷത്തേക്ക് ശ്രീ വിജയ് ആനന്ദിനെ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകുകയുമുണ്ടായി. BSE പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 174% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 62% വർധനവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. രാംകോ സിമെന്റ്സ് പ്രോഫിറ്റില് 111.4% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.2% ഉയർച്ചയും രേഖപ്പെടുത്തുകയുമുണ്ടായി. നവൈൻ ഫ്ലോറൈൻ ഇന്റർനാഷണൽ പ്രോഫിറ്റില് 121.8% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 47.2% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.